യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 38 അധ്യായം അതിന്റെ 7 വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവർ യെരമ്യാവെ കുഴിയിലിട്ട് കളഞ്ഞുവെന്ന് രാജഗൃഹത്തിൽ ഉണ്ടായിരുന്ന കൂഷ്യനായ ഏബേദ് മേലേക്ക് എന്ന ഷണ്ഡൻ കേട്ടു. അന്ന് രാജാവ് ബെന്യാമീൻ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. പ്രിയ ദൈവമക്കളെ, ബൈബിളിൽ ചില മനുഷ്യരെ കുറിച്ച് ഒരു പുസ്തകം മുഴുവൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ ചിലരുടെ പേര് ഏതാനും വാക്യങ്ങളിൽ മാത്രമാണ് കാണാൻ കഴിയുന്നത്. എന്നിട്ടും അവർ ചെയ്ത ഒരു പ്രവൃത്തി മതി ചരിത്രം അവരെ മറക്കാതിരിക്കാൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മനുഷ്യൻ അങ്ങനെയുള്ള ഒരാളാണ്. അവന്റെ പേരാണ് ഏബേദ് മേലക്. നിങ്ങൾ ഇതിനു മുമ്പ് അദ്ദേഹത്തെ കുറിച്ചൊരു കാര്യം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് വളരെ കുറവായിരിക്കും. പക്ഷേ ദൈവം അവനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഏതാനും വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റാൻ ശക്തിയുള്ളവയാണ്. കാരണം ഈ കഥ ഒരു പ്രവാചകനെ കുറിച്ചല്ല, ഒരു മനുഷ്യന്റെ കരുണയെ കുറിച്ചാണ്. ഈ സംഭവം നടക്കുന്നത് യഹൂദ രാജ്യത്തിന്റെ അവസാന ദിവസങ്ങളാണ്. ഒരു കാലത്ത് ദാവീദ് ഭരിച്ച രാജ്യം, ശലോമോൻ ആലയം പണിത രാജ്യം, ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞ രാജ്യം. ഇപ്പോൾ ആ രാജ്യം തകർച്ചയുടെ വക്കിലാണ്. ജനങ്ങൾക്ക് അവിടെ ആരാധനയുണ്ട്, പക്ഷെ അനുസരണമില്ല. ക്ഷേത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ ക്ഷേത്രമുണ്ട്, പക്ഷെ അവിടെ വിശുദ്ധിയില്ല. വായിൽ ദൈവത്തിന്റെ നാമമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമുണ്ട്, പക്ഷെ ജീവിതത്തിൽ ദൈവമില്ല. ദൈവം പല പ്രവാചകന്മാരെയും അയച്ചു, ആരും അവരുടെ വാക്ക് കേട്ടില്ല. അവസാനം ദൈവം ഒരു വ്യക്തിയെ അയച്ചു, യെരമ്യാവിനെ. ദൈവം യിരെമ്യാവിനെ അവിടെ എഴുന്നേൽപ്പിച്ചു. യിരെമ്യാവിന്റെ ശുശ്രൂഷ, യിരെമ്യാവ് ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച സന്ദേശമല്ല അവിടെ പറഞ്ഞത്. അദ്ദേഹം ദൈവം പറഞ്ഞ സന്ദേശമാണ് പറഞ്ഞത്. യിരെമ്യാവ് പറഞ്ഞു, മാനസാന്തരപ്പെടുക, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക, ഇല്ലെങ്കിൽ ബാബിലോൺ ഈ നഗരം പിടിച്ചടക്കും. ജനങ്ങൾക്ക് ആ വാക്ക് ഇഷ്ടമായില്ല. കാരണം മനുഷ്യനെ പലപ്പോഴും സത്യം കേൾക്കാൻ ഇഷ്ടമല്ല. അവൻ ആശ്വാസം മതി, അല്ലെങ്കിൽ കുറച്ച് അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ആ പ്രവാചകനെ ഇഷ്ടപ്പെടും. പക്ഷെ ദൈവം ആദ്യം മുന്നറിയിപ്പ് നൽകും. ബാബിലോൺ നഗരം വളഞ്ഞപ്പോൾ കാലങ്ങൾ കഴിഞ്ഞു പോയി. യിരെമ്യാവ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. നെബൂഖദ്നേസറിന്റെ സൈന്യം യെരൂശലേമിനെ വളഞ്ഞു തുടങ്ങി. നഗരത്തിന്റെ വാതിലുകൾ അടഞ്ഞു. ആർക്കും പുറത്തു പോകുവാനോ അകത്തേക്ക് പോകാനോ കഴിയാത്തൊരവസ്ഥ. അവിടെ പട്ടിണിയായി, ഭക്ഷണം കിട്ടാത്ത അവസ്ഥയായി. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. വിശപ്പ് തുടങ്ങി. ജനങ്ങളുടെ ധൈര്യം ചോർന്നു പോയി, ധൈര്യം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ പോലും യിരെമ്യാവ് പറഞ്ഞു, ദൈവത്തിന്റെ വചനം നിങ്ങൾ കേൾക്കൂ, അതാണ് നിങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ കഴിയുന്നത്. പക്ഷെ ജനങ്ങൾ അത് ശ്രദ്ധിച്ചില്ല. വചനത്തോട് അവർ കോപിച്ചില്ല, വചനം പറഞ്ഞ മനുഷ്യനോട് അവർ കോപിക്കാൻ തുടങ്ങി. അന്ന് രാജാവായിരുന്ന സിദക്കിയാവ്, അവൻ യിരെമ്യാവ് ദൈവത്തിന്റെ മനുഷ്യനാണെന്ന് അറിയാമായിരുന്നു. പക്ഷെ ആ രാജാവിന് ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. ആ രാജാവ് ജനങ്ങളെ ഭയന്നിരുന്നു. ശരി ഏതാണെന്നറിഞ്ഞിട്ടും ശരിയുടെ പക്ഷത്ത് നിൽക്കാൻ ധൈര്യമില്ലാത്ത ഒരു രാജാവ്. ഇത് ഇന്നും പലരുടെയും ജീവിതമാണ്. സത്യം അറിയാം, പക്ഷെ ആളുകൾ എന്ത് പറയുമെന്ന് ചിന്തിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് വരാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അവിടെ ഈ മനുഷ്യൻ നഗരത്തിൽ ശേഷിച്ചിരിക്കുന്ന പടയാളികൾക്കും സർവ്വജനത്തിനും ഇങ്ങനെയുള്ള വാക്ക് പറഞ്ഞ് ധൈര്യക്ഷയം വരുത്തുന്നത് കൊണ്ട് അവനെ കൊന്നു കളയണമേ എന്ന് പ്രഭുക്കന്മാർ രാജാവിനോട് പറഞ്ഞു. രാജാവ് അവരെ തടഞ്ഞില്ല. അവർ യിരെമ്യാവിനെ പിടിക്കുവാനിടയായിത്തീർന്നു. ഒരു വലിയ വെള്ള സംഭരണ കുഴിയിലേക്ക് ഈ പ്രവാചകനെ ഇറക്കി വിട്ടു. ബൈബിൾ പറയുന്നത് എന്താണ്? കുഴിയിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു. യിരെമ്യാവ് ചെളിയിൽ താണു. ശ്രദ്ധിച്ചോ, അവർ അവനെ വാളുകൊണ്ട് കൊന്നില്ല, കല്ലെറിഞ്ഞില്ല, പക്ഷെ പതിയെ മരിക്കാൻ വിട്ടു. അതിലും വലിയ ക്രൂരതയുണ്ടോ? ഇവിടെ ദൈവം ഒരു പുതിയ മനുഷ്യനെ വേദിയിലേക്ക് കൊണ്ടുവരികയാണ്. എല്ലാവരും മിണ്ടാതിരുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഈ വാർത്ത കേട്ടു. അവന്റെ പേരാണ് ഏബേദ് മേലക്. അവൻ യഹൂദനൊന്നുമല്ല, അവൻ കൂഷ്യനാണ്, രാജധാനിയിലെ ഒരു ഷണ്ഡൻ. പുറമെ നോക്കിയാൽ വലിയ സ്ഥാനമാനമൊന്നുമില്ല. പക്ഷേ ദൈവം മനുഷ്യന്റെ പദവി നോക്കിയല്ല പ്രവർത്തിക്കുന്നത്, ദൈവം ഹൃദയമാണ് നോക്കുന്നത്. ഇവിടെ ഏബേദ് മേലേക്ക് രാജാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, യജമാനനായ രാജാവേ, ഈ മനുഷ്യൻ യിരെമ്യാ പ്രവാചകനോട് ചെയ്തതൊക്കെയും അന്യായമത്രേ. എനിക്ക് ഇവിടെ ഒരു കാര്യം ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. യിരെമ്യാവ് ആരുടെ പ്രവാചകനായിരുന്നു? യഹൂദയുടെ പ്രവാചകനായിരുന്നു. അവനെ രക്ഷിക്കേണ്ടത് ആരായിരുന്നു? ദൈവജനമായിരുന്നു. പക്ഷെ അവർ മിണ്ടിയില്ല. ഒരു അന്യജാതിക്കാരനാണ് സത്യത്തിന്റെ പക്ഷത്ത് നിന്നത്. ഇവിടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നവർ സഹായിച്ചെന്ന് വരത്തില്ല, പക്ഷെ ദൈവം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളെ നമ്മുടെ സഹായത്തിനായി അയച്ചു തരും. ഇവിടെ രാജാവ് യിരെമ്യാവിനെ രക്ഷിക്കാൻ കൽപ്പിച്ചു. അപ്പോൾ ഏബേദ് മേലേക്ക് കയർ മാത്രമല്ല എടുത്തത്, പഴംതുണിയും കീറി തുണിക്കണ്ടങ്ങളും എടുത്തു എന്ന് ദൈവവചനം പറയുന്നു. എന്തുകൊണ്ടാണ് അത് എടുത്തത്? കയർ മാത്രം ഉപയോഗിച്ചാൽ യിരെമ്യാവിന്റെ ശരീരം മുറിയാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ആദ്യം തുണി കക്ഷത്തിൽ വെക്കാൻ പറഞ്ഞു, പിന്നെ കയർ കെട്ടി. ഇവിടെ ഒരു മനോഹരമായ ഒരു കരുണയാണ് കാണാൻ കഴിയുന്നത്. രക്ഷിക്കുക മാത്രം പോരാ, വേദന കൂടാതെ, മുറിവുകൾ ഉണ്ടാകാതെ രക്ഷിക്കുക എന്നൊരു പദ്ധതിയാണ് ഏബേദ് മേലേക്ക് ഉപയോഗിച്ചത്.
ഇന്നും നാം പലരെയും തിരുത്താറുണ്ട്, പക്ഷെ സ്നേഹമില്ലാതാണ് തിരുത്തുന്നത്. സത്യം പറയുന്നുണ്ട്, പക്ഷെ കരുണയില്ലാതെയാണ് പറയുന്നത്. ഏബെദ്മേലേക്ക് നമ്മെ പഠിപ്പിക്കുന്നത് കരുണയില്ലാത്ത സത്യം മുറിവേൽപ്പിക്കും, കരുണയോടുകൂടിയ സത്യം നിങ്ങളെ സൗഖ്യമാക്കും. ഇന്ന് നിങ്ങളുടെ ചുറ്റും ആരെങ്കിലും ഒരു കുഴിയിൽ വീണ ഒരു അവസ്ഥയിലാണെങ്കിൽ, ഒരുപക്ഷെ അത് നിരാശയുടെ കുഴിയായിരിക്കാം, രോഗത്തിന്റെ കുഴിയായിരിക്കാം, കടഭാരത്തിന്റെ കുഴിയായിരിക്കാം, പാപത്തിന്റെ പടുകുഴിയായിരിക്കാം. അവർക്ക് ദൈവം അയക്കുന്ന ഏബെദ്മേലേക്ക് ഒരുപക്ഷെ നിങ്ങളായിരിക്കാം. അത് നിങ്ങളുടെ ഒരു ഫോൺ കോളിലൂടെയോ ഒരു സന്ദർശനത്തിലൂടെയോ അതുമല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെയോ അതുമല്ലെങ്കിൽ ഒരു ആശ്വാസ വാക്കിലൂടെ ആയിരിക്കാം ഒരാളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നത്, മറ്റുള്ളവരുടെ കണ്ണുനീർ കാണാതെ കടന്നു പോകാത്ത നിങ്ങളുടെ ഹൃദയം ഞാൻ കണ്ടിരിക്കുകയാണ്. നീ രഹസ്യമായി ചെയ്ത നന്മ ദൈവം ഒരിക്കലും മറന്നു പോയിട്ടില്ല. മനുഷ്യർ നന്ദി പറയാതെ പോയാലും ഞാൻ നിന്റെ പ്രവൃത്തിയെ ഓർക്കുന്നുണ്ട്. നീ ഒരാളെ ഉയർത്തിയതുപോലെ ഞാൻ നിന്നെയും എന്റെ സമയത്ത് ഉയർത്തുമെന്ന് ഈ പ്രവചനാത്മാവിൽ ഞാൻ പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ ചെളിക്കൊഴികൾ അതൊരു അവസാന വാക്കല്ല, അത് ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെയും ഉയർത്തുവാൻ ഇടയായിത്തീരട്ടെ. അതുകൊണ്ട് നമുക്ക് ഈ വാക്യത്തിന്റെ, ഈ വചനത്തിന്റെ, ഈ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം, നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. എവിടെയാണോ നമുക്ക് മറ്റുള്ളവർക്ക് ആശ്വാസം പകരാൻ കഴിയുന്നത്, അവിടെ ആശ്വാസത്തെ പകർന്ന് എവിടെയാണോ മറ്റുള്ളവരെ രക്ഷിക്കാൻ കഴിയുന്നത്, അവിടെ നമ്മുടെ സത്യസന്ധമായ ഹൃദയത്തെ ഉയർത്തി അവിടെ അവർക്ക് വേണ്ടി നിലനിൽക്കാൻ കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഏബെദ്മേലെക്കിനെ പോലെ കരുണയും ധൈര്യവും നിറഞ്ഞൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകണം. വീണുപോയവരെ കുറ്റപ്പെടുത്താതെ ഉയർത്തുന്ന കൈകളായി ഞങ്ങളെ ഒന്ന് ഉപയോഗിക്കണമേ. സത്യം സ്നേഹത്തോടെ പറയുവാനും വേദനിപ്പിക്കുന്നവരെ ആശ്വസിപ്പിക്കാനും ഞങ്ങളെ ഒന്ന് പഠിക്കണമേ. ഇന്ന് ജീവിതത്തിന്റെ കുഴികളിൽ കഴിയുന്ന എല്ലാവരെയും നിന്റെ ശക്തമായ കൈകൊണ്ടെന്ന് ഉയർത്തണമേ എന്നടിയൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെ വചനം ശ്രമിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.